കേരളത്തിൽ ഇത് തുടരെ ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ പൊതുവെ സംസ്ഥാനത്ത് ഒരു ഭീതിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് MSC എൽസ എന്ന കപ്പൽ അപകടം, കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്ത ഒരു തീരുമാനം ആ കപ്പൽ കമ്പനിക്കെതിരെ ഒരു നിയമം, അതായത് ഒരു കേസുമായിട്ട് പോകണ്ട എന്നുള്ളത്. അപ്പോഴാണ് അടുത്ത അപകടം ഉണ്ടായത്. ഇപ്പോൾ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. കപ്പൽ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്നും അവർക്ക് പിഴ ഈടാക്കണമെന്നുള്ളത്. അത് വളരെ കൃത്യമായ നിർദ്ദേശം തന്നെയാണ്. കാരണം ഇൻ്റർനാഷണൽ റൂൾസ് അനുസരിച്ച് ഇത്തരം കാർഗോ ഷിപ്പുകൾക്ക് കർശനമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും അന്തർദേശീയ നിയമത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ രണ്ട് നിയമങ്ങൾ, ഒന്ന് സൊലാസ് എന്ന് പറഞ്ഞും മറ്റൊന്ന് മാർക്കോൾ എന്ന് പറഞ്ഞ രണ്ട് ഇൻ്റർനാഷണൽ കൺവെൻഷനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ഇൻ്റർനാഷണൽ കൺവെൻഷനുകളിലും വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഡേഞ്ചറസ് ഗുഡ്സ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അതുപോലെ തന്നെ ഓയിൽ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അതെങ്ങനെ, പിന്നെ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ അങ്ങനെയുള്ളത് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇതൊക്കെ ഏത് വിധത്തിലാണ് ഈ കാർഗോ കൊണ്ടുപോകുന്നതെന്ന് മാത്രമല്ല, ഇത് എവിടെയൊക്കെയാണോ എംബാർക്ക് ചെയ്യുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ കാർഗോ പോർട്ടിൻ്റെ അതോറിറ്റീസിനും വ്യക്തമായ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ ഈ കാർഗോയിൽ കൊണ്ടുവന്നിട്ടുള്ളതിനെക്കുറിച്ചും അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയിപ്പ് നൽകേണ്ടതാണ്. അതൊന്നും നൽകാതെ ആണ് നമ്മുടെ തീരത്ത് ഇപ്പോൾ രണ്ട് ദുരന്തങ്ങൾ ഉണ്ടായിടത്തും നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ഇത് വളരെ ഭീകരമായ ഒരു സിറ്റുവേഷനാണ് സൃഷ്ടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ നടന്ന ഒരു തീപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ തീരത്ത് യുദ്ധസമാനമായ ഒരു സിറ്റുവേഷൻ സൃഷ്ടിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഒരു ചെറിയ ബോംബിട്ട ഒരു പ്രതീതിയാണ് നമുക്കവിടെ ഉണ്ടായി. ബോംബാണെങ്കിലും കുഴപ്പമില്ല, കാരണം അത് കുറച്ച് സ്ഫോടനം കഴിഞ്ഞിട്ട് അതിനെ നിൽക്കുമെന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ ഇത് തുടർന്ന് ഇനി നമ്മുടെ ആ ഒരു മറൈൻ എൻവയോൺമെൻറ്റിന് തന്നെ വളരെ മാരകമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ MSC എൽസ എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയത്. അത് ദുരൂഹതയൊക്കെ നിലനിൽക്കുകയാണ്. ഇവർ പറയുന്ന യന്ത്ര തകരാറാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മുടെ സംസ്ഥാനം എടുത്ത നിലപാട്, അതായത് ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കേണ്ട, ഇൻഷുറൻസ് തുകയിൽ നിന്ന് കൈപ്പറ്റാം എന്നുള്ളത്, അത് എത്രമാത്രം ശരിയാണ്? ഇത്തരത്തിലുള്ള ഒരു തീരത്ത് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള കണ്ടെയ്നറുകൾ, അത് അതിനകത്ത് പല രാസവസ്തുക്കളും നിറച്ചു കൊണ്ടുവരുമ്പോൾ ഇതിനെതിരെ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടില്ലേ? അന്വേഷിക്കണം എന്ന് മാത്രമല്ല, അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ആ കപ്പലിലുള്ള പ്രധാനികളെ മുഴുവൻ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും അവരുടെ വെയർഅബൌട്ട്സ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് നമ്മൾ നടപടി സ്വീകരിക്കുകയും അവരുടെ രാഷ്ട്രത്തിനെ കൂടെ ഇത് അറിയിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ദേശീയ ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് തന്നെ നടപടി സ്വീകരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുള്ള ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു. അതിൽ ഒരു ലാപ്സും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം തീരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആവാസ സംവിധാനവും കൂടിയാണ്. അവിടെ പ്രത്യേകിച്ച് കേരള തീരത്ത് പൊതുവെ നമുക്കൊരു പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കത് മാറിയിട്ട് രണ്ട് ദുരന്തങ്ങൾ അടുപ്പിച്ച് വരികയും നമ്മുടെ മറൈൻ എക്കോളജിയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ അത് വന്നിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആദ്യത്തെ അപകടത്തിൽ എണ്ണച്ചോർച്ച ഒരു പ്രധാന പ്രശ്നമാണ്. ഒപ്പം കുറച്ച് രാസവസ്തുക്കൾ ഇപ്പോഴും കടലിൻ്റെ അടിത്തട്ടിൽ തന്നെ കിടപ്പുണ്ട്, ഏത് നിമിഷവും ഒരു ജലബോംബായിട്ട് തന്നെ കിടപ്പുണ്ട്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കെമിക്കൽ മെറ്റീരിയലാണ്. അത് ഈ പറഞ്ഞോണം തീ ആളിപ്പറന്ന് എന്തോ ഭാഗ്യത്തിന് കുറച്ച് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് ഏത് രീതിയിലാവും എന്നുള്ള അറിയില്ല. അപ്പം ഇപ്പോൾ AG ഹൈക്കോടതി ഇത്തരത്തിൽ സമീപിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് പരാതി കിട്ടിയാൽ മാത്രമേ ഇത് അന്വേഷിക്കാനാവൂ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കോടതി പറയുന്നത് അമിക്കസ് ക്യൂറിയെ നിയമിക്കാമല്ലോ എന്നുള്ളത് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെ അതെ അല്ല, ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ സംഘത്തെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിലൊരു നടപടിയായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണമെങ്കിൽ സ്വമേധയാ കക്ഷിയാകാവുന്നതാണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പിംഗ് വകുപ്പിന്, നമ്മുടെ തുറമുഖ വകുപ്പിന് തന്നെ ഇതിനകത്ത് നടപടിക്കുള്ള സ്കോപ്പുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമിതികളുണ്ട്. ഇവർക്കൊക്കെ ഇതിനകത്ത്
റോൾ എടുക്കാവുന്നതായിരുന്നു. പക്ഷെ ആരും അനങ്ങിയില്ല എന്നുള്ളതാണ്. ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ കൈയും കെട്ടിയിരിക്കുന്ന സമീപനമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇത് ഒരെണ്ണം കൊണ്ട് വലിയൊരു പാഠം നമ്മൾ എല്ലാവർക്കും നൽകേണ്ടതാണ്. പലരും കരുതുന്നത് ഇതൊരു തേർഡ് വേൾഡ് കൺട്രി പോലെയാണ്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തും കാണിച്ച് തീരത്ത് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു സമീപനം ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ശരിയായ രീതിയും. നമ്മുടെ തീരത്ത് ഏതുവിധ പൊല്യൂഷനുകളും ഇനിയിപ്പോൾ ധാരാളം കപ്പലുകൾ നമുക്ക് ഈ വിഴിഞ്ഞം വന്നുകൊണ്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ സുരക്ഷകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ മുൻകരുതലോടുകൂടി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് നടപ്പിലാക്കുക. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും ഇതിൽ ഒരു ദുരൂഹത മറ്റെന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ടോ? കാരണം തുടരെയാണ് ഈ ഒരു കപ്പൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാവുന്നതാണോ, ഒരു ഇൻഷുറൻസ് വെട്ടിപ്പ് വലിയ വൻകിട കമ്പനികൾ ചെയ്യുന്നതാണ്. രണ്ടാമത് നമ്മൾ ഒരു യുദ്ധമുഖത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് നിൽക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളുടെ ഇടയിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ നമുക്ക് അതൊന്നും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ലോകത്ത് ഏത് വിധത്തിലാണ് പോർമുഖം തുറക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എല്ലാ രാജ്യങ്ങളും വി ആർ ദ ഫസ്റ്റ് അല്ലെങ്കിൽ വി ഫസ്റ്റ് എന്നുള്ളൊരു പോളിസി, USA ഫസ്റ്റ് എന്നും ഇന്ത്യ ഫസ്റ്റ് എന്നും ചൈന ഫസ്റ്റ് എന്നും പാകിസ്ഥാൻ ഫസ്റ്റ് എന്നും അവരും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളെ തകർത്തുകൊണ്ട് തന്നെ നമുക്ക് വലുതാകണമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ് ഉള്ളത്. അതുകൊണ്ട് ഏത് വിധത്തിലാണ് നമുക്ക് ഒരു യുദ്ധസമാനമായ സിറ്റുവേഷൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിലൊരു സംശയം തോന്നാനും കാരണം ഈ ഇടയ്ക്ക് ഞാനൊരു വാർത്തയിൽ കണ്ടായിരുന്നു, ചൈന ഒരു വൈറസിനെ അമേരിക്കയിലേക്ക് കടത്തിവിടും, പ്ലാസ്റ്റിക് കവറിൽ കടത്തി. കാരണം കോവിഡ് അവരുടെ വൈറസ് ആണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ശരിക്കും ചിലപ്പോൾ അറിയില്ല, ഒരു യുദ്ധതന്ത്രമായിരിക്കാം. ഇപ്പോഴത്തെ യുദ്ധം പണ്ട് വെടിപൊട്ടിക്കുന്നത് പോലെ അല്ലല്ലോ, പല രീതിയിലും ആവാറ്. അപ്പം ചൈന ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് 2 വൈറസുകളെയാണ് കടത്തി. ഈ 2 വൈറസ് മതി, അവിടുത്തെ കൃഷിനാശം മാത്രമല്ല അത് മനുഷ്യരാശിക്ക് തന്നെ പ്രശ്നമുണ്ടാകുന്നത്. അത് കൈയോടെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരെണ്ണം ചൈനയുടെ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൈന അതിന് താങ്ക്സും പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊക്കെ സേഫ്റ്റിയോടുകൂടി അവരുടെ ഈ ഷിപ്പിലെ ആൾക്കാരെ സുരക്ഷിതമായി എത്തിച്ചതിനൊക്കെ അല്ല, ചൈന നന്ദി പറയുമ്പോൾ നന്ദി പറയുമ്പോഴാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അതാണ് ഞാൻ പറയാൻ വന്നത്. ചൈന നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തോ അവിടെ പുകയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഇതിൽ അറിയാൻ കഴിഞ്ഞത് ചിലത് അടുത്തടുത്തിരിക്കുന്ന ചില കണ്ടെയ്നറുകൾ അത് ഓരോന്നിനും ഓരോ പൊസിഷൻ ഉണ്ട്. ഈ 2 തമ്മിൽ ചേരുമ്പോൾ ഈ സ്ഫോടനങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന 2 രാസവസ്തുക്കളാണെങ്കിൽ ഒരുമിച്ച് വെക്കിയത്തില്ല. അപ്പോൾ ഇതിൽ അത്തരത്തിലുള്ള ഇവരുടെ പാക്കിംഗ്, അതായത് ഇവർ ഈ കണ്ടെയ്നറുകൾ കയറ്റുന്നതിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് ആ ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ കാർഗോ സംവിധാനങ്ങൾ വെച്ചിരുന്നത്, അതിലെ ഓയിൽ കണ്ടന്റ് ഇരുന്ന ഭാഗത്ത് ഈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഗുരുതരമായൊരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ വളരെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്താൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇത് കെയർലെസ് ആയിട്ടുള്ളതാണോ അതോ വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു സബോട്ടേജ് ആണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് തികച്ചും അത്യാവശ്യമായ കാര്യമാണ്. ഇത് പല വിധത്തിലും നമ്മൾ യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാനമായ സിറ്റുവേഷനുകൾ നമുക്കുണ്ടാകാം. ഇത് അത്തരത്തിലൊരു സംവിധാനം ഉണ്ടായതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവസാനമായിട്ട് സാറിന് പറയാം, പിണറായി സർക്കാരിന് പണത്തിൻ്റെ വില അറിയില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും. കാരണം ഒരു ദൂരത്തിൻ്റെ അങ്ങേയറ്റ സ്ഥിതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം തന്നെ വന്നപ്പോൾ നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്താണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോടതി ഇപ്പോൾ തക്കതായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അവരുടെ ഏത് കമ്പനിയാണോ അവരിൽ നിന്ന് എടുക്കണം, ഖജനാവിൽ നിന്ന്, ജനങ്ങളുടെ ടാക്സിൽ നിന്ന് എടുക്കേണ്ട കാര്യം ജനങ്ങളുടെ നികുതിയിൽ നിന്നല്ല എടുക്കേണ്ടുന്നത്, സംസ്ഥാന നികുതിയിൽ നിന്നല്ല എന്നുള്ളത്. ആശാ വർക്കർമാർ അവരുടെ സമരം നമ്മൾ കണ്ടതാണ്. അവർക്ക് 100 രൂപ പോലും കൂട്ടിക്കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സർക്കാർ തീർച്ചയായിട്ടും ഇത്തരം ഷിപ്പിംഗ് കമ്പനികളിൽ നിന്നും അതിൻ്റെ തുക ഈടാക്കണ്ട എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ്. അതിൻ്റെ പിന്നിൽ എന്ത് ദുരൂഹതയുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.